വെൽക്കം ടു പ്ലാന്റ് സെപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടാക്സോണമിയിൽ വരുന്ന ബാക്കി ഫാമിലീസിൽ വരുന്ന കുറച്ച് ഫാമിലീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് ബൊറാജിനേസി ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പെക്യുലാരിറ്റീസ് ഉള്ള ഫാമിലി ആണ്. അപ്പോൾ ബൊറാജിനേസിയുടെ ക്യാരക്ടർ ബൈ ക്യാരക്ടേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് ഹാബിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഹാബിറ്റ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഹെർബേഷ്യസ് ആണ് കാണുന്നത്. പക്ഷേ ഷ്രബും ട്രീസും ഉണ്ടെങ്കിലും മോസ്റ്റ്ലി ഹെർബേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ബൊറാജിനേസിയിൽ. Then many species are xerophytic അല്ലെങ്കിൽ drought tolerant ആണ്. ഡ്രൈ ഹാബിറ്റിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന അഡാപ്റ്റേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനു മുന്നേ ഈ ഒരു ബൊറാജിനേസിയ ഫാമിലിക്ക് നമ്മൾ കോമൺ ആയിട്ട് ഒരു പേര് പറയുന്നുണ്ട്. ഫോർഗെറ്റ് മീ നോട്ട് ഫാമിലി എന്നും കൂടിയുള്ള പേരും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കും. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഞാൻ എഴുതാം ഫോർഗെറ്റ് മീ നോട്ട്. ഓക്കെ, ഫോർഗെറ്റ് മീ നോട്ട് ഫാമിലി എന്നും കൂടി ഈ ഒരു ബൊറാജിനേസിയ ഫാമിലിയെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് അവയുടെ ഹാബിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് അവയുടെ ഇൻഡ്യുമെന്റം ആണ്. അതായത് അവയുടെ ഈ ഒരു പിക്ചേഴ്സിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അല്ലെ, ഫുൾ ഹെയറി കവറിങ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ഇതാ ഈ ഒരു പിക്ചേഴ്സ് ഒക്കെ നോക്കിയാൽ ഫുൾ ഹെയർ ആയിട്ടുള്ളതാണ്. ഒരു ഹെയറി സ്ട്രക്ചേഴ്സിനെയാണ് ഇൻഡ്യുമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡ്യുമെന്റം എന്ന് പറയുന്നത് അതിനെയാണ്. അപ്പൊ സർഫേസ് കവറിങ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബൊറാജിനേസിയ ഫാമിലിയിൽ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവയുടെ ബോഡി, പ്ലാന്റിന്റെ ഫ്ലവറിന്റെ ബോഡി, കാലക്സിന്റെ ബോഡി, സ്റ്റെം, റൂട്ട് ആയിക്കോട്ടെ, എല്ലാ പോർഷൻസും കൊയേഴ്സ് ആയിട്ടുള്ള സ്റ്റിഫ് ആയിട്ടുള്ള ഹെയേഴ്സ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു ഹെയേഴ്സിനെ നമ്മൾ ഹിസ്പിഡ് അല്ലെങ്കിൽ സ്കാബ്രിഡ് എന്നാണ് വിളിക്കുന്നത്. ആ ഒരു ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഹിസ്പിഡ് അല്ലെങ്കിൽ ക്യാബ്രിഡ് എന്നാണ് ഈ ഒരു ഹെയേഴ്സിനെ വിളിക്കുന്നത്. ഓക്കെ, ഹിസ്പിഡസ് ആയിട്ടുള്ള ഒരു shrub ആണ് അല്ലെങ്കിൽ ട്രീ ആണ്, ഹെർബ് ആണ് ബൊറാജിനേസി എന്ന് പറയുന്നത്. ഹെയേഴ്സ്, അവയുടെ ഹെയേഴ്സ് എന്ന് പറയുന്ന ഒരു സ്വോളൻ ബേസിൽ നിന്നാണ് എപ്പോഴും അറേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഹെർബേഷ്യസ് കണ്ടീഷനിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം കൂടിയാണ് ഈ ഒരു ഹെയേഴ്സ് എന്നും പഠിച്ചു വെക്കുക. ഈ ഒരു ഹെയേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഒരു റഫ് സ്ട്രക്ചർ, അപ്പൊ കാണുമ്പോൾ തന്നെ അത്രയും തിക്ക് ഹെയേഴ്സ് പ്രസന്റ് ആയതുകൊണ്ട് തന്നെ ബൊറാജിനേസിയുടെ ഐഡന്റിഫൈങ് ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഇൻഡ്യുമെന്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടർ അവയുടെ ലീവ്സ് ആണ്. ലീവ്സ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ലീവ്സ് ആണ്. സിമ്പിൾ ആണ്, ആൾട്ടർനേറ്റ് ആണ്, എക്സ്റ്റിപ്പുലേറ്റ് ആണ്, സ്റ്റിപ്യൂൾസ് പ്രസന്റ് അല്ല, ഓഫൺ സെസൈൽ ആണ്. ഓക്കെ, ഓഫൺ സെസൈൽ ആണ്. പീറ്റോൾ പ്രസന്റ് ആയിട്ടുള്ള കേസും കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഓഫൺ സെസൈൽ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ പീറ്റോൾ ഉള്ള കേസസും കാണുന്നുണ്ട് ലീവ്സിൽ. ദെൻ സർഫേസ് യൂഷ്വലി ഹെയറി ആണ്, റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണെന്ന് പഠിച്ചു വെക്കുക. ദെൻ മറ്റൊരു കണ്ടീഷൻ ജസ്റ്റ് അതും കൂടി പറയുകയാണെങ്കിൽ കോളൈൻ എന്ന് പറയുന്ന കണ്ടീഷനും കൂടി ലീഫിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. കോളൈൻ ആണ്, റാമൽ ആണ്. ഓക്കെ, കോളൈൻ ആൻഡ് റാമൽ കണ്ടീഷനും കൂടി ലീഫിലുണ്ട്. അപ്പൊ മോസ്റ്റ് കേസ് കൊളൈൻ ആണ് എന്നാണ് പറയുന്നത്. കൊളൈൻ എന്ന് വെച്ചാൽ സെസൈൽ ലീവ്സ് ഉള്ള കേസിൽ സെസൈൽ ആയിട്ടുള്ള, അതായത് മെയിൻ സ്റ്റെമ്മിലായിരിക്കും. മെയിൻ സ്റ്റെമ്മിൽ നിന്ന് ലീവ്സ് ഡയറക്ട്ലി അറേഞ്ച് ചെയ്യുന്നതാണെങ്കിൽ അതാണ് കൊളൈൻ എന്ന് പറയുന്നത്. ഇനി ലാറ്ററൽ ആയിട്ടുള്ള ബ്രാഞ്ചസിൽ നിന്ന് ലീഫ് അറേഞ്ച് ചെയ്യുന്നതാണ് റാമൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ രണ്ട് കണ്ടീഷനും കൂടി ലീവ്സിൽ ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റി ആണ് അവയുടെ ഇൻഫ്ലോറസെൻസ്. ഈ ഒരു ഹീലിയോട്രോപ്പിയം ഇൻഡിക്കം എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. അവയുടെ സൈം എന്ന് പറയുന്നത് നമ്മൾ പല ടൈപ്പ് ഇൻഫ്ലോറസെൻസ് പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻഫ്ലോറസെൻസിൽ സ്കോർപിയോയുടെ സൈം ആണ് അല്ലെ, ഒരു സ്കോർപിയോൺസിന്റെ ടെയിൽ പോലെ കോയിൽ ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുക. ഈ ഒരു മയോ സോട്ടിസി എന്ന് പറയുന്ന എക്സാമ്പിൾ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു സൈഡിലോട്ടാണ് അല്ലെ, ഈ ഒരു സൈഡിലോട്ട് ബ്രാഞ്ച് ഒരു സ്കോർപിയോയുടെ സൈം ആയിട്ടാണ് കാണുന്നത്. ഒരു സൈമോസ് ഇൻഫ്ലോറസെൻസ് ആണ്. യൂണി പാരസ് ആയിട്ടുള്ള ബ്രാഞ്ചിങ്ങളാണ്. നമ്മൾ സ്പെഷ്യൽ ഇൻഫ്ലോറസെൻസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്കോർപിയോയുടെ സൈമ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഡെവലപ്മെന്റിന്റെ സമയത്ത് ഇറ്റ് അൺകോയിൽസ് ആസ് ഫ്ലവർ ഓപ്പൺ. ഓക്കെ, ഇത് അൺകോയിൽ ആയിട്ടും കാണുന്നുണ്ട് ആ ഒരു ഡെവലപ്മെന്റിന്റെ സമയത്ത്. ഓക്കെ, ഏറ്റവും ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് സ്കോർപിയോയുടെ സൈമ അല്ലെങ്കിൽ ആ ഒരു യൂണിപാരസ് ബ്രാഞ്ചിങ് കാണിക്കുന്ന സൈമോസ് ഇൻഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അവയുടെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലവർ മയോട്ടിസിന്റെ ഫ്ലവർ നിങ്ങൾ നോക്കിയാൽ യൂഷ്വലി ബൈസെക്ഷൽ ആണ്. ഓക്കെ, രണ്ട് ഫ്ലവറും ഉണ്ട്. ആക്ടിനോമോർഫിക് ആണ് അല്ലെങ്കിൽ റേഡിയൽ സിമെട്രി ആണെന്ന് പറയാം. മോസ്റ്റ്ലി പെന്റാമിറസ് ആണ്. പക്ഷേ മോസ്റ്റ്ലി പെന്റാമിറസ് ആണ്. അതിലൊരു എക്സെപ്ഷൻ ആയിട്ട് കാണുന്നതാണ് ഏകദേശം
ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 4 to 8 സ്ട്രക്ചർ ഉള്ള 4 to 8 പെന്റാമെറസ് അല്ലാത്ത 4 to 8 എന്താ പെറ്റൽസ് കാണുന്ന അല്ലെങ്കിൽ സെപ്പൽസ് കാണുന്ന ഒരു ക്യാരക്ടർ ഒരു എക്സാമ്പിൾ ഉണ്ട്. അത് എന്ന് പറയുന്നത് കോർഡിയ ആണ്. ഓക്കെ, നെക്സ്റ്റ് സൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കോർഡിയ എന്ന് പറയുന്നത് പെന്റാമെറസ് അല്ല, 4 to 5 ആയിട്ടാണ് കാണുന്നത്. ബ്രാക്റ്റിയേറ്റ് തന്നെയാണ് കണ്ടീഷൻ. ഓക്കെ, the next condition അവയുടെ കാലിക്സ് ആണ്. ഓക്കെ, കാലിക്സ് എന്ന് പറയുമ്പോൾ യൂഷ്വലി 5 സെപ്പൽസ് ആണ്, അവ ഫ്യൂസ്ഡ് ആണ്, ഗ്യാമോസെപ്പാലസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. പക്ഷേ കോർഡിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, ഇവിടെ കോർഡിയ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്, അവയിൽ 4 to 8 ഉണ്ട്. അപ്പൊ ഈ ഒരു പിക്ചറിൽ കൊടുത്തേക്കുന്ന ആക്ച്വലി 6 പെറ്റൽസ് ആണ് കാണുന്നത്, അല്ലെങ്കിൽ 6 സെപ്പലും ഉണ്ട്. ഫ്യൂസ്ഡ് ആയിട്ടുള്ള പെറ്റൽസ് അല്ലെങ്കിൽ സെപ്പൽസ് ആണ് കാണുന്നത്. ഏകദേശം എന്താ ഇവയില് ഈ ഒരു കോർഡിയന്റെ അകത്തുള്ളത് കമ്പാനുലേറ്റ് ആയിട്ടുള്ളതാണ്. കമ്പാനുലേറ്റ് ആണ്, അതായത് ഒരു ട്യൂബ് പോലെ കമ്പാനുലേറ്റ് ആയിട്ടുള്ള പെറ്റലും ആണ് സെപ്പലും ആണ്. ഓക്കെ, ആ ഒരു കണ്ടീഷൻ കോർഡിയ എക്സെപ്ഷണൽ കേസ് ആണ്. ദെൻ ഇവയുടെ കാലിക്സി എന്ന് പറയുന്നത് കണ്ടാലും മനസ്സിലാകും, അവ പെർസിസ്റ്റന്റ് ആണ്, ഫ്രൂട്ട് സ്റ്റേജ് വരെ അവ റിമെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ കൊറോളയുടെ ക്യാരക്ടർ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. 5 പെറ്റൽസ് ആണ്, ഗ്യാമോ പെറ്റാലസ് ആണ്. കോർഡിയയുടെ കേസ് ആണെങ്കിൽ അവിടെ 6 ഏകദേശം 6 പെറ്റൽസ് ഒക്കെ ഉണ്ടായിരിക്കും, അത് ഗ്യാമോ പെറ്റാലസും ആണ്. ഓക്കെ, ദെൻ ഷേപ്പ് ട്യൂബുലാർ ആണ്, ഫണ്ണൽ ഷേപ്ഡ് ആണ്, റൊട്ടേറ്റ് ആണ്. ട്യൂബുലാർ ആണ്, ഫണ്ണൽ ഷേപ്പ് ആണ്, റൊട്ടേറ്റ് ആണ്. ദെൻ പ്രസൻസ് ഓഫ് കൊറോണ ഇമ്പോർട്ടന്റ് ആണ്. പ്രസൻസ് ഓഫ് കൊറോണ അല്ലെങ്കിൽ സ്കെയിൽസ്, കൊറോളയുടെ ആ ഒരു ത്രോട്ട് ഉണ്ടായിരിക്കില്ല, ആ ഒരു ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ കൊറോണ പ്രസന്റ് ആണ്. ഓക്കെ, ഈ ഒരു കൊറോണ അല്ലെങ്കിൽ സ്കെയിൽസ് എന്ന് പറയുന്ന കൊറോളൈഡ് കൊറോണ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ നെക്ടാസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പോളിനേറ്റേഴ്സിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് ഈ ഒരു ഇവയുടെ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് ബീസ് വഴിയാണ് കേട്ടോ, മെയിൻ ആയിട്ട് ഇൻസെക്ട് വഴിയുള്ളതാണ് ഇവയുടെ ഇൻഫ്ലോറസൻസ്. അപ്പോൾ ഒരു ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാനും നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്ലോറൽ സ്പെഷ്യലൈസേഷൻ ആണ് ഇവയുടെ കൊറോണ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പം മെയിൻ ആയിട്ട് അവയുടെ പോളിനേഷൻ എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൊറോളയിൽ കൊറോണ എന്നുള്ള കണ്ടീഷൻ കൂടി പഠിച്ചു വെച്ചേക്കാം. ദെൻ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് 5 സ്റ്റേമൻസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുക. പക്ഷെ കൊറീഡയില് 4 to 8 തന്നെയാണ് ഉള്ളത്. ദെൻ എപ്പി പെറ്റാലസ് ആണ്, അതായത് കൊറോളയില് പെറ്റൽസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് സ്റ്റേമൻ കാണുന്നത്. ആൾട്ടർനേറ്റ് വിത്ത് കൊറോള ലോബ്സ്. ഓക്കെ, കൊറോള എന്ന് പറയുന്നതിന്റെ ലോബിന് ആൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. അവയിലുള്ള ആന്തർ ഡൈത്തീക്കസ് ആണ്. ദെൻ കൂടാതെ സാജിറ്റേറ്റ് ആണ്. ഓക്കെ, ഡൈത്തീക്കസ് ആണ്, സാജിറ്റേറ്റ് ആണ് എന്നും പഠിച്ചു വെക്കുക. ഓക്കെ, ഡൈത്തീക്കസ് ആണ്, സാജിറ്റേറ്റ് ആയിട്ടുള്ളതാണ്, ഡൈത്തീക്കസ് ആയിട്ടുള്ളതാണ് ആന്തർ എന്ന് പറയുന്നത്. ദെൻ അവയിൽ 4 to 8 ആണ് കൊറീഡിയൽ എന്ന് പഠിച്ചു വെക്കുക. ദെൻ സെയിം കേസ് ഫോർ ഗൈനീഷ്യം എന്ന് പറയുന്നത് എന്താ ഗൈനോ ബേസിക് ആയിട്ടുള്ള പൊസിഷൻ. ഓക്കെ, സ്റ്റൈൽ എന്ന് പറയുന്നത് ഗൈനോ ബേസിക് ആണ്, ബേസ്ഡ് ഓഫ് ദ ഓവറിയിൽ നിന്നാണ് സ്റ്റൈൽ അറൈസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റി ആണ്. ഗൈനോ ബേസിക് ആണ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓവറി എന്ന് പറയുന്നത് എന്താണ്, 4 ലോബഡ് ആയിട്ടുള്ളതാണ്. ചില കേസിൽ ഓവറി ഫോൾസ് സെപ്റ്റം ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ 4 ലോബഡ് ആയിട്ട് കാണപ്പെടുന്നു. ദെൻ ബൈകാർപ്പലറി ആയിട്ടുള്ള കണ്ടീഷൻ ആണ്, സിങ്ക് കാർപ്പസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റി ആണ്. ദെൻ സ്റ്റിഗ്മയുടെ കേസും കൂടി ഒന്ന് നോക്കി വെച്ചാൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത് ക്യാപിറ്റേറ്റ് അല്ലെങ്കിൽ ആനുലാർ ആണെന്നും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ക്യാപിറ്റേറ്റ് അല്ലെങ്കിൽ ആനുലാർ ആയിട്ടുള്ള സ്റ്റിഗ്മയാണ്, ക്യാപിറ്റേറ്റ് അല്ലെങ്കിൽ ആനുലാർ ആയിട്ടുള്ള സ്റ്റിഗ്മയാണ് കാണുന്നത്. ഇതാണ് ഗൈനീഷ്യത്തിന്റെ ക്യാരക്ടേഴ്സ്. ദെൻ അവയുടെ ഓവറി എന്ന് പറയുന്നത് സുപ്പീരിയർ ആണ്. ഓരോ ലോബ്, ഒക്കെ 4 ലോബ് ഉണ്ടല്ലോ, ആ 4 ലോബിലും 4 ഒബ്യൂൾസ് കാണുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ആയിട്ട് 4 ഒബ്യൂൾസ് ആണ് ഉള്ളത്. ഓരോ ലോബിലും ഓരോ ഒബ്യൂൾ ആണ്, ടോട്ടൽ 4 ഒബ്യൂൾ. ദെൻ അവയുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് 4 നട്ട്ലെറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ഷൈസോകാർപ്പിക് ഫ്രൂട്ട് ആണ്. ഓക്കെ, 4 നട്ട്ലെറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ളതാണ്. ഓരോ നട്ട്ലെറ്റ്സിലും ഓരോ സീഡ് കാണുന്നുണ്ട്. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് അവയുടെ പോളിനേഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഇൻസെക്ട് പോളിനേഷൻ ആണ്, അല്ലെങ്കിൽ എന്റമോഫിലി ആണ്. ഇപ്പൊ ഇവിടെ ഹൈമനോഫിലി എന്നുള്ള ഒരു ടേം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ ഒരു ഹൈമനോഫിലി എന്ന് പറയുന്ന ടേം എസ്പെഷ്യലി ആ ഒരു ബീസ് വഴിയൊക്കെയാണ്. ഓക്കെ, ഹൈമനോപ്റ്റെറൻസ് ആണ് പോളിനേഷൻ എന്ന് പറയുന്നത്, ബീസ് വഴിയുള്ള പോളിനേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് അവയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, അവയുടെ ജനറൽ ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്തു. എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ മെഡിസിനൽ ഇമ്പോർട്ടന്റ് ഉള്ള എന്താ ഓയിൽ, ഈ ഒരു ബൊറാജോ ഒഫീസിനാലിസ് എന്ന് പറയുന്ന പ്ലാന്റിന്റെ ഓയിൽ സ്കിൻ പ്രോബ്ലത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. വൂണ്ട് ഹീലിംഗ് ആയിട്ട് സിംഫൈറ്റം ഒഫീസിനൈൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, നമ്മൾ നേരത്തെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്, മയോസോട്ടിസ് എന്ന് പറയുന്നത്. ബി ഫോറേജസ് ആയിട്ട് എക്കിയം വൾഗർ, ഓക്കെ, ഹണി പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫുഡ് ആയിട്ട് അല്ലെങ്കിൽ സാലഡ്സിനൊക്കെ യൂസ് ചെയ്യുന്നത് ബൊറാജോ ഒഫീസിനാലിസിന്റെ ലീവ്സും ഫ്ലവേഴ്സും ആണ്. ഈ ഒരു പിക്ചറിൽ കാണിച്ചേക്കുന്നതാണ് ഹീലിയോട്രോപ്പിയം ഇൻഡിക്കം എന്ന് പറയുന്നത്. മേ ഹാം ലൈഫ് സ്റ്റോക്ക്, ലൈഫ് സ്റ്റോക്കിന് ഹാം ചെയ്യാം, കാരണം അവ ടോക്സിക് ആണ്, ഓക്കെ, ടോക്സിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ബൊറാജിനേസിയയിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റും വരുന്നുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റും വരുന്നുണ്ട് എന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലില്ലിയേസിയ ഫാമിലി ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ ഒരു ലില്ലിയേസിയ ഫാമിലിയുടെ ക്യാരക്ടേഴ്സിലോട്ട് പോകാം. ഒന്നാമത് അവയുടെ ഹാബിറ്റ് ആണ്, വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫാമിലി ആണ് അല്ലെ. ഹെർബേഷ്യസ് ആയിട്ടുള്ള മോണോകോട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഓക്കെ, ലില്ലിയേസിയ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് പെക്യുലാരിറ്റി ഹെർബേഷ്യസ് ആണ്. അവ എന്താണ്, മോണോകോട്ട് പ്ലാന്റ് ആണ്, മോണോകോട്ടിൽ ഇടണമെങ്കിൽ വരുന്നതാണ്. ദെൻ അവ ഓഫൺ അണ്ടർഗ്രൗണ്ട് ബൾബ് അല്ലെങ്കിൽ റൈസോം. ലില്ലിയേസിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന എക്സാമ്പിൾ ഏതാണ്, ലില്ലി ഉണ്ട്, അത് കൂടാതെ അല്ലിയം ഉണ്ട് അല്ലെ, അല്ലിയം അല്ലെങ്കിൽ ഉള്ളി, ഒനിയൻ ഫാമിലി ഒക്കെ ലില്ലിയേസിയയിൽ വരുന്നതാണ്. ഒനിയൻ നമ്മൾ പറയുന്നതാണല്ലോ ഈ ഒരു ബൾബ് എന്നൊക്കെ പറയുന്ന കേസ്. അപ്പൊ അണ്ടർഗ്രൗണ്ട് ബൾബ്, റൈസോം, കോം ഒക്കെയാണ് ഈ ഒരു ലില്ലിയേസിയയിൽ കാണുന്നത്. കാരണം അവയുടെ റൂട്ട് അഡ്വന്റീഷ്യസ് ആയിട്ടുള്ള ഓഫൺ ഫൈബ്രസ് ആയിട്ടുള്ള റൂട്ട് ആണ്. ചില കേസിൽ കോൺട്രാക്റ്റൈൽ ആയിട്ടുള്ള റൂട്ട്സ് പ്രസന്റ് ആണ് ചില കേസിൽ. ഓക്കെ, അതായത് ഈ ഒരു അല്ലിയത്തിന്റെ അകത്തൊക്കെ ഈ ഒരു ബൾബ് ഒരു പ്രോപ്പർ ഡെപ്തിൽ എന്താ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ആങ്കർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കോൺട്രാക്റ്റൈൽ റൂട്ട് ചില കേസിൽ പ്രസന്റ് ആണെന്ന് കൂടി പഠിച്ചു വെച്ചേക്കാം. സ്റ്റെം എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള മോഡിഫൈഡ് സ്റ്റെം ആണ്. ഓക്കെ, ബൾബ് റൈസോം ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെക്യുലാരിറ്റി ആണ്, അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള മോഡിഫൈഡ് സ്റ്റെം ആണ്. ഏരിയൽ ആയിട്ട് കാണുന്ന സ്റ്റെം എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള സ്റ്റെം ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അവയുടെ ലീവ്സ് ആണ്. ലീവ്സ് സിമ്പിൾ ആണ്, ആൾട്ടർനേറ്റ് ആണ്. ഓക്കെ, ലീവ്സ് വളരെ സിമ്പിൾ ആണ്, ആൾട്ടർനേറ്റ് ആണ്. സ്റ്റിപ്യൂൾസ് പ്രസന്റ് അല്ലാത്ത ലീവ്സ് ആണ്. പാരലൽ വീനേഷൻ ആണ്. ഈ ഒരു ലീഫ് പറയുമ്പോൾ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ആളിൽ ഇതാണ് ഗ്ലോറിയോസ സൂപ്പർബ എന്ന് പറയുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഗ്ലോറിയോസ സൂപ്പർബ അല്ലെങ്കിൽ മലയാളത്തിൽ മേത്തോന്നി എന്ന് പറയും. അവയില് ലീഫ് ടെൻഡ്രിൽസ് പ്രസന്റ് ആണ്. ഓക്കെ, ലീഫിൽ നിന്ന് ടെൻഡ്രിൽസ്, ഇതാണ് ലീഫ് എങ്കിൽ ലീഫിന്റെ ടിപ്പിൽ നിന്ന് ടെൻഡ്രിൽസ് പ്രസന്റ് ആയിരിക്കും. അതാണ് ഈ ഒരു മേത്തോന്നി അല്ലെങ്കിൽ ഗ്ലോറിയോസ സൂപ്പർബയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റി ആണ്. ലില്ലിയേസിയയിലുള്ള ഒരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അവയുടെ ഫ്ലവേഴ്സിലോട്ട് വന്നാൽ ഇൻഫ്ലോറസെൻസ് യൂഷ്വലി സോളിറ്ററി അല്ലെങ്കിൽ റെസീവ് ആയിട്ടുള്ള ഇൻഫ്ലോറസെൻസ് ആണ് കാണുന്നത്. ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക് ആണ്. ഓക്കെ, ആക്ടിനോമോർഫിക് ആണ്. അവ ട്രൈമീറസ് ആണ്, അതൊരു ഇമ്പോർട്ടന്റ് പെക്യുലാരിറ്റി ആണ്. ട്രൈമീറസ് ആണ്. പാർട്സ് ഇൻ ട്രീ അല്ലെങ്കിൽ 3 വേൾസ് ആയിട്ടാണ് കാണുന്നത്, പെറ്റൽസും സെപ്പൽസും. അപ്പൊ ഈ ഒരു പെറ്റലും സെപ്പലും പറയുമ്പോൾ അവ എന്താ ഈക്വൽ ആണ്, പെറ്റൽസിന്റെയും സെപ്പൽസിന്റെയും സിമിലർ ആയിട്ടാണ്, കാണാൻ ഒരേപോലെ ആയതുകൊണ്ട് തന്നെ അത്തരം കേസിൽ നമ്മൾ സെപ്പൽസിനെയും പെറ്റൽസിനെയും കൂടി ഒരുമിച്ച് ടെപ്പൽസ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഒരു ടെപ്പൽസിന്റെ കളക്റ്റീവ് ടേം ആണ് എന്ത്, പെരിയാന്ത് എന്ന് പറയുന്നത്. അപ്പൊ ആകെ 6 ടെപ്പൽസ് ആണ് ഉള്ളത്. പെറ്റലോയിഡ് ആയിട്ടുള്ള ടെപ്പൽസ് ആണ്, പെറ്റൽ പോലെയാണ് കാണാൻ കാണാനുള്ള ആ ഒരു മോർഫോളജി എന്ന് പറയുന്നത്. 3+3 അറേഞ്ച്മെന്റ് ആണ് അവയിൽ ഉള്ളത്. ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബേസിൽ യുണൈറ്റഡ് ആയിട്ടോ കാണുന്നുണ്ട്. പെരിയാന്ത് വളരെ ഇമ്പോർട്ടന്റ് പെക്യുലാരിറ്റി ആണ്. നെക്സ്റ്റ് പറയുന്നത് ആൻഡ്രീഷ്യം ആണ്. 6 സ്റ്റേമൻസ് ആണ് കാണുന്നത്. 6 സ്റ്റേമൻസും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, 3+3 കണ്ടീഷൻ ആണ്. ആ ഒരു ആന്തറിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡൈത്തീക്കസ് ആണ്, ബെസി ഫിക്സ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ഗൈനീഷ്യത്തിലോട്ട് പോയാൽ ട്രൈ കാർപ്പലറി ആയിട്ടുള്ള സിൻകാർപ്പസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. സുപ്പീരിയർ ആയിട്ടുള്ള ഓവറി ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ട്രൈ ലോക്യുലാർ ആണ്. ഓക്കെ, ട്രൈ ലോക്യുലാർ ആണ്. അപ്പോൾ അതിൽ കുറെ ഒവ്യൂൾസ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ട്രൈ ലോക്യുലാർ വിത്ത് മെനി ഒവ്യൂൾസ് ആണ്, അതുകൊണ്ടാണ് അവയിൽ ആക്സിയൽ പ്ലാസന്റേഷൻ ആണ് എന്ന് പറയുന്നത്. ആക്സിയൽ പ്ലാസന്റേഷൻ ആണ് വരുന്നത്. ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ക്യാപ്സ്യൂൾ ആണ്. ഫ്രൂട്ട് ക്യാപ്സ്യൂൾ ആണ്. അപ്പൊ ഇവയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റി എന്ന് പറയുന്നത് അവയുടെ ടെപ്പൽസ് തന്നെയാണ്. അവയുടെ ഈസ്റ്റിവേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. വാൽവേറ്റ് ഈസ്റ്റിവേഷൻ ആണ് വരിക. ഓക്കെ, വാൽവേറ്റ് ഈസ്റ്റിവേഷൻ ആണ് അവയുടെ പെരിയാന്തിന്റെ ഈസ്റ്റിവേഷൻ
6 tepals ആണ്. 3+3 arrangement ആണ്. Then ഒരു ട്യൂബ് പോലെ യുണൈറ്റ് ചെയ്തിട്ടും കാണുന്നുണ്ട്. ഓക്കെ, സ്ലൈറ്റ്ലി യുണൈറ്റ് ചെയ്തിട്ടും കാണുന്നുണ്ട്. Then അവയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലില്ലിയേസിയ ഫാമിലിയിലുള്ള എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് ഒന്നാമത് നമ്മുടെ ഉള്ളി ആൻഡ് വെളുത്തുള്ളിയാണ്. ഓക്കെ, അല്ലിയം സെപ്പ ഉണ്ട്, അല്ലിയം സെറ്റൈവം ഉണ്ട്. അല്ലിയം സെപ്പയാണ് ഒനിയൻ എന്ന് പറയുന്നത്, അല്ലിയം സെറ്റൈവം ആണ് ഗാർലിക്. ഓക്കെ, അവ രണ്ടും എഡിബിൾ ആയിട്ടുള്ള ബൾബ്സ് ആണ് അല്ലെ, ഫുഡ് ആയിട്ടും കോണ്ടിമെന്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അലോവേറ ആണ്. അലോവേറ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ ബേൺസ്, സ്കിൻ ഡിസീസസ്, കോസ്മെറ്റിക്സിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. Then മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാമിലി എക്സാമ്പിൾ ആണ് കോൾചിക്കം എന്ന് പറയുന്നത് അല്ലെ. കോൾചിക്കം നമ്മൾ ഹാപ്ലോയിഡൈസേഷൻ, ടിഷ്യൂ കൾച്ചറിലെ ഹാപ്ലോയിഡ്, ഡബിൾ ഹാപ്ലോയിഡ് പ്രൊഡക്ഷൻ എന്നൊക്കെ പ്രോസസ്സ് കേട്ടിട്ടുണ്ട്. ഒരു ഡബിൾ ഹാപ്ലോയിഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിപ്ലോയിഡൈസേഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൾച്ചിസീൻ ആണ് അല്ലെ. ഒരു കോൾച്ചിസീൻ ഡ്രഗ് എന്ന് പറയുന്നത് കോൾചിക്കം ഓട്ടംലയിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ ഒരു കോൾച്ചിസീൻ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഗൗട്ട് ട്രീറ്റ്മെന്റിനും പ്ലാന്റ് സൈറ്റോളജിക്കും ഈ ഒരു കോൾച്ചിസീൻ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് എന്തും എഴുതി വെക്കാം, ഈ ഒരു ഡബിൾ ഹാപ്ലോയിഡൈസേഷൻ അല്ലെങ്കിൽ ഡബിൾ ഹാപ്ലോയിഡൈസേഷന് നമുക്ക് എന്താ ഹാപ്ലോയിഡൈസേഷനും വേണ്ടിയിട്ടും ഈ ഒരു കോൾചിക്കം യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എസ്പെറാഗസ്, ശതാവരി എന്ന് പറയുന്നത് എസ്പെറാഗസ് ഒഫീസിനാലിസ് ആണ്. വെജിറ്റബിൾ ആയിട്ടും ടോണിക് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ലില്ലിയം സ്പീഷീസ്, ഓർണമെന്റൽ ഫ്ലവർ ആണ്. നേരത്തെ പറഞ്ഞ മീൻതോന്നി, ഗ്ലോറിയോസ സൂപ്പർബ എന്ന് പറയുന്നത് മെഡിസിനൽ പ്ലാന്റ് ആണ്. അതിൽ നിന്നും കോൾച്ചിസീൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട് ആൻഡ് ആന്റി ക്യാൻസറസ് കോമ്പൗണ്ട്സും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്. സില്ല, ഈ ഒരു പിക്ചറിൽ കാണിച്ചേക്കുന്നതാണ് സില്ല എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സില്ല എന്ന് പറയുന്നത് രണ്ട് വെറൈറ്റിയിൽ കാണുന്നുണ്ട്. സില്ല ഇൻഡിക്ക ഉണ്ട്, സില്ല ഇൻഡിക്കയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ദെൻ ഡ്രിമിയ സ്പീഷീസ് ഉണ്ട്. അപ്പൊ ഹാർട്ട് അല്ലെങ്കിൽ റെസ്പിറേറ്ററി മെഡിസിൻസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിന് എന്താ വെൽ എക്സ്ട്രാക്ട് എടുക്കുന്നുണ്ട്. ദെൻ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഹയാസിന്തസ് ആണ്. ഹയാസിന്തസ് ഓറിയന്റാലിസ് ആണ്. അവ ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പ്ലാന്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ബാക്കിയുള്ള പ്ലാന്റും വേഗം എടുത്ത് തീർക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.